ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒപ്പിയോയിഡ് അനാൽജസിക്സ്, ഒപ്പിയോയിഡ് അഗോണിസ്റ്റ്. അപ്പോൾ ഒപ്പിയോയിഡ് അനാൽജസിക്സ് എന്ന് പറയുന്നത് ഒരു നാർക്കോട്ടിക്സ് ആണ്. ഇപ്പോൾ നാർക്കോസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഒപ്പിയോയിഡ് അനാൽജസിക്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ആൽക്കലോയിഡ് ആണ് മോർഫിൻ. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം പപ്പാവർ സോംനിഫെറം. ഒപ്പിയോയിഡ് അനാൽജസിക്സ് നമ്മളെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആക്ട് ചെയ്യുന്ന ഡ്രഗാണ്. ഇറ്റ് ഇൻഹിബിറ്റ് ദി ട്രാൻസ്മിഷൻ ഓഫ് പെയിൻ. പിന്നെ നാർക്കോട്ടിക് അനാൽജസിക്സിന് സെൻട്രലി ആക്ടിങ് അനാൽജസിക് എന്നും കൂടി പറയും. അനാൽജസിക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒപ്പിയോയിഡ് ആൻഡ് നോൺ ഒപ്പിയോയിഡ്. ഒപ്പിയോയിഡ് നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. നോൺ ഒപ്പിയോയിഡ് എന്ന് പറയുന്നത് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ 3 ക്ലാസ്സസ് ആണുള്ളത്. നാച്ചുറൽ ഓപ്പിയം ആൽക്കലോയിഡ്സ്, സെമി സിന്തറ്റിക് ഒപ്പിയേറ്റ്സ്, സിന്തറ്റിക് ഒപ്പിയോയിഡ്സ്. നാച്ചുറൽ ഒപ്പിയം ആൽക്കലോയിഡ്സിൽ വരുന്ന ഡ്രഗാണ് മോർഫിൻ, കൊഡിയിൻ, ടിബീൻ, പപ്പാവറിൻ, നോസാപ്പിൻ. സെമി സിന്തറ്റിക് ഒപ്പിയേറ്റ്സിലാണ് ഡൈഅസറ്റൈൽ മോർഫിൻ ഓർ ഹെറോയിൻ, ഫോൾകോഡിൻ, ഹൈഡ്രോമോർഫോൺ, ഓക്സിമോർഫോൺ, ഈഥൈൽ മോർഫിൻ. സിന്തറ്റിക് ഒപ്പിയോയിഡ്സിൽ വരുന്ന ഡ്രഗാണ് പെത്തിഡിൻ, ട്രമഡോൾ, മെത്താഡോൺ, ഫെൻഡാനിൽ. ഒപ്പിയോയിഡ്സ് ആക്ട് ചെയ്യുന്ന റിസപ്റ്ററാണ് ഒപ്പിയോയിഡ് റിസപ്റ്റർ. മോർഫിന് ആൻഡ് അതർ ഒപ്പിയോയിഡ്സ് അവർ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ടാണ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 ടൈപ്പ് ഒപ്പിയോയിഡ് റിസപ്റ്ററാണുള്ളത്, മ്യൂ, ഡെൽറ്റ ആൻഡ് കാപ്പ. ഓൾ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ആർ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ്. മ്യൂ റിസപ്റ്ററിൻ്റെ ലൊക്കേഷൻ തലാമസ്, കോർട്ടെക്സ്. അതിൻ്റെ ഫംഗ്ഷന് അനാൽജസിയ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, യൂഫോറിയ, സെഡേഷൻ, മിയോസിസ്. ഇനി കാപ്പ റിസപ്റ്റർ ആണെങ്കിൽ ഹിപ്പോ ക്യാമ്പസ്, സെറിബ്രൽ കോർട്ടെക്സ്, മെഡുല്ല, മിഡ് ബ്രെയിൻ, ഹൈപ്പോതലാമസ് ഇവിടെയൊക്കെയാണുള്ളത്. ഫംഗ്ഷന് അനാൽജസിയ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഡിസ്ഫോറിയ, സെഡേഷൻ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. ഫംഗ്ഷന് അനാൽജസിയ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഫാക്ടറി ലോബ്സിൽ. അപ്പോൾ ഒപ്പിയോയിഡ് അഗോണിസ്റ്റ് എന്താ? ഒപ്പിയോയിഡ് റിസപ്റ്ററിനോട് സ്ട്രോങ് അഫിനിറ്റിയുള്ള ഡ്രഗാണ് ഒപ്പിയോയിഡ് അഗോണിസ്റ്റ്. ബട്ട് വീക്ക് അഫിനിറ്റി ആണ് ഡെൽറ്റ ആൻഡ് കാപ്പ ഒപ്പിയോയിഡ് റിസപ്റ്ററിനോടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് മോർഫിനെ കുറിച്ചിട്ടാണ്. മോർഫിൻ എന്ന് പറയുന്നത് പ്രോ ടൈപ്പ് ഓഫ് ഓൾ ഒപ്പിയോയിഡ് ഡ്രഗ്. ഇറ്റ് ഈസ് എ ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ് ആണ്. ഹൈലി പൊട്ടൻ്റ് ഒപ്പിയോയിഡ് അനാൽജസിക് ആണ് മോർഫിൻ. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ. മോർഫിനും മറ്റ് ഒപ്പിയോയിഡ്സ് എല്ലാം അവർ എഫക്റ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ടാണ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റിസപ്റ്റർ മോസ്റ്റ്ലി പ്രസൻ്റ് ആയിട്ടുള്ളത് CNSലാണ്. ഓൾ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ആർ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഒപ്പിയോയിഡ്സ് എന്ത് ചെയ്യും? റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ റിസപ്റ്റർ ആക്ടിവേറ്റ് ആവും. സ്റ്റിമുലേഷൻ ഓഫ് ദിസ് റിസപ്റ്റർ കോസ് ഇൻഹിബിഷൻ ഓഫ് അഡിനൈലേറ്റ് സൈക്ലേസ് എൻസൈം. അപ്പോൾ എൻസൈം ഇൻഹിബിറ്റ് ആവുമ്പോൾ ഡിക്രീസ്ഡ് ഇൻട്രാസെല്ലുലാർ CMB ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ അവിടെ പൊട്ടാഷ്യം അയൺ ചാനൽ ഓപ്പൺ ആവും, വിച്ച് ലീഡ്സ് ടു ഹൈപ്പോപോളറൈസേഷൻ. പിന്നെന്ത് ചെയ്യും? കാൽഷ്യം അയൺ ചാനലിൻ്റെ ഓപ്പണിങ് ഇൻഹിബിറ്റ് ചെയ്യും. അഡിനൈലേറ്റ് സൈക്ലേസിന് ഇൻഹിബിറ്റ് ചെയ്യും, പൊട്ടാഷ്യം അയൺ ചാനൽ ഓപ്പൺ ചെയ്യും, കാൽഷ്യം അയൺ ചാനലിൻ്റെ ഓപ്പണിങ് ഇൻഹിബിറ്റ് ചെയ്യും. ഇതെല്ലാം കാരണം ഇൻട്രാസെല്ലുലാർ കാൽഷ്യം ലെവൽ കുറയും. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ റിലീസ് അവിടെ ഡിക്രീസ് ആവും. ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ പെയിൻ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? Example, dopamine, glutamate, GABA, noradrenaline and serotonin are involved in the transmission of pain impulse. Next, pharmacological action. CNS-ലാണെങ്കിൽ morphine has specific depressant and stimulant action ഉണ്ട് by interacting with mu opioid receptor. ഇപ്പോൾ ഡിപ്രസൻ്റ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അനാൽജസിയ. നമുക്കറിയാം മോർഫിൻ എന്ന് പറയുന്ന ഒരു പൊട്ടൻ്റ് അനാൽജസിക് ആണ്. കോൺഷ്യസ്നെസ് ലോസ് ചെയ്യാതെ തന്നെ അത് പെയിന് റിലീവ് ചെയ്യും. അപ്പോൾ ഈ അനാൽജസിക് എഫക്റ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മ്യൂ റിസപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ടാണ് അനാൽജസിക് എഫക്റ്റ് മോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിപ്രസൻ്റ് എഫക്റ്റ് ആണ് സെഡേഷൻ. തെറാപ്യൂട്ടിക് ഡോസിൽ മോർഫിൻ പ്രൊഡ്യൂസേഴ്സ് ഡ്രൗസിനെസ് ആൻഡ് ഡിക്രീസ് ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ മോർഫിന് നമ്മളെ നോർമൽ REM സ്ലീപ്പ് പാറ്റേണെ ഡിസ്റ്റർബ് ചെയ്യും. നെക്സ്റ്റ് ഡിപ്രസൻ്റ് എഫക്റ്റ് ആണ് യൂഫോറിയ, ഫീലിംഗ് ഓഫ് വെൽബീയിങ്. അത് പെയിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസൈറ്റി, ഫിയർ, ഇഞ്ചറി അതെല്ലാം ഒപ്പിയോയിഡ്സ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഹൈപ്പോതേർമിയ. ഹൈ ഡോസിലാണെങ്കിൽ
മോർഫിന് ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സെൻറ്റർ ഡിപ്രസ് ചെയ്യും ആൻഡ് പ്രൊഡ്യൂസ് ഹൈപ്പോതേർമിയ. നെക്സ്റ്റ് ഡിപ്രസൻ്റ് ഇഫക്റ്റ് ആണ് കഫ് സപ്രഷൻ. മോർഫിൻ എന്ത് ചെയ്യും? ഡിറക്ട്ലി ഡിപ്രസസ് ദി കഫ് സെൻറ്റർ, അങ്ങനെ കഫിനെ സപ്രസ് ചെയ്യും. ഇത്രയൊക്കെയാണ് ഡിപ്രസൻ്റ് ഇഫക്റ്റ്. ഇനി സ്റ്റിമുലൻ്റ് ഇഫക്റ്റ് ആണെങ്കിൽ പ്യൂപ്പിൽ മോർഫിൻ പ്രൊഡ്യൂസസ് മിയോസിസ്, അതായത് പിൻ പോയിൻ്റ് പ്യൂപ്പിൾ കോസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റിമുലൻ്റ് എഫക്റ്റ് നോസിയ ആൻഡ് വോമിറ്റിങ്ങിൻ്റെ കേസിലാണ്. മോർഫിൻ എന്ത് ചെയ്യും? ഡിറക്ട്ലി സ്റ്റിമുലേറ്റ് CTZ ഇൻ ദ മെഡുല്ല ആൻഡ് കോസ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. ഹയർ ഡോസിലാണെങ്കിൽ ഇറ്റ് ഡിപ്രസ് വോമിറ്റിംഗ് സെൻറ്റർ. അതുകൊണ്ട് തന്നെ പോയ്സണിങ്ങിൻ്റെ കേസിൽ വോമിറ്റിംഗ് ഇല്ല. അപ്പോൾ മോർഫിൻ പോയ്സണിങ്ങിൻ്റെ സമയത്ത് എമറ്റിക്സ് കൊടുത്തിട്ട് കാര്യമില്ല. നെക്സ്റ്റ് വാഗൽ സെൻറ്റർ. ഇറ്റ് സ്റ്റിമുലേറ്റ് വാഗൽ സെൻറ്റർ ഇൻ ദ മെഡുല്ല ആൻഡ് കോസ് ബ്രാഡികാർഡിയ. ഇപ്പോൾ CNS പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്രസൻ്റ് എഫക്റ്റും സ്റ്റിമുലൻ്റ് എഫക്റ്റാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ മോർഫിൻ പ്രൊഡ്യൂസസ് വാസോഡൈലേഷൻ ആൻഡ് fall in BP. നെക്സ്റ്റ് ഓൺ GAT. സ്റ്റൊമക്കിലാണെങ്കിൽ ഗ്യാസ്ട്രിക് മൊട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം ഇൻക്രീസ് ആവും. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷന് ഡിക്രീസ് ചെയ്യും. ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ മോർഫിന് ഡിമിനിഷസ് ഓൾ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻ. പിന്നെ അത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇൻഹിബിറ്റ് ചെയ്യും. ഈ എഫക്ട്സ് എല്ലാം കോൺസ്റ്റിപ്പേഷന് കാരണമാവും. കാരണം എന്താ? സെക്രീഷൻസ് ഇല്ല, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇല്ല, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി യൂറിനറി ബ്ലാഡറിലാണെങ്കിൽ ഇറ്റ് കോസ് കൺട്രാക്ഷൻ ഓഫ് യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറിനറി സ്ഫിങ്ക്റ്റർ ലീഡിങ് ടു ഡിഫിക്കൽട്ടി ഇൻ മിച്ചുറിഷൻ. നെക്സ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണെങ്കിൽ മോർഫിന് വേരിയസ് ഇമ്മ്യൂൺ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അങ്ങനെ വേരിയസ് ഇൻഫെക്ഷന് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ബ്രോങ്കിയിൽ എന്താ എഫക്റ്റ് ഉള്ളത്? മോർഫിന് മാസ്റ്റ് സെല്ലിൽ നിന്നും ഹിസ്റ്റമിനെ റിലീസ് ചെയ്യും, വിച്ച് ക്യാൻ ലീഡ്സ് ടു ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. നെക്സ്റ്റ് എൻഡോക്രീൻ എഫക്റ്റ് ആണ്. മോർഫിന് ഹൈപ്പോതലാമസിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് ഗൊണൈഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആൻഡ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഈ രണ്ട് ഹോർമോണിൻ്റെ റിലീസ് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലുട്ടനൈസിങ് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോണിൻ്റെ ബ്ലഡ് ലെവൽ ഡിക്രീസ് ചെയ്യും. കാരണം GRHും CRFും ആണ് ഇതിനെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത്. FSH, LH ഹോർമോണിലെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് ആ രണ്ട് ഹോർമോൺസ് ആണ്. നെക്സ്റ്റ് ഫാർമക്കോകൈനറ്റിക്സ്. ഓറൽ റൂട്ടിലാണെങ്കിൽ അബ്സോർപ്ഷന് സ്ലോ ആയിരിക്കും. ഇറ്റ് അണ്ടർഗോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. പിന്നെ മോർഫിന് കോമൺലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് IV, IM ആൻഡ് സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴിയാണ്. ഓറൽ, എപ്പിഡ്യൂറൽ ആൻഡ് ഇൻട്രാതീക്കൽ റൂട്ട്സ് വഴിയും അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. ഇറ്റ് ഈസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി. ഇറ്റ് ക്യാൻ ക്രോസ് പ്ലാസൻ്റൽ ബാരിയർ. മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്, എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ADR എന്തൊക്കെയാണ്? നോസിയ, വോമിറ്റിംഗ്, ഡ്രൗസിനെസ്, ഡിസിനെസ്, സെഡേഷൻ, മെൻ്റൽ ക്ലൗഡിംഗ്, ഡിസ്ഫോറിയ, വിച്ച് മീൻസ് അൺഹാപ്പിനെസ്. നെക്സ്റ്റ് ബ്ലഡ് വിഷൻ, പോസ്ചറൽ ഹൈപ്പോടെൻഷൻ, റെസ്പിറേറ്ററി ഹൈപ്പോടെൻഷൻ. പിന്നെ ഹെഡേക്ക് കോസ് ചെയ്യും, ഇച്ചിങ് ആൻഡ് സ്കിൻ റാഷസ്, കോൺസ്റ്റിപ്പേഷൻ, പ്രൂറേറ്റസ് വിച്ച് മീൻസ് ഇറിറ്റേറ്റിംഗ് സെൻസേഷൻ, അർട്ടിക്കാരിയ, അതും ഒരു ടൈപ്പ് സ്കിൻ റാഷ് തന്നെയാണ്. പിന്നെ സ്വെല്ലിംഗ് ഓഫ് ലിപ്സ്, അപ്നിയ. നെക്സ്റ്റ് ഡ്രഗ് ഇൻ്ററാക്ഷൻ. ഒപ്പിയോയിഡ്സ് CNS ഡിപ്രസൻസിനെ പൊട്ടൻഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് സെഡേറ്റീവ്, ഹിപ്നോട്ടിക്സ്, ആൽക്കഹോൾ ആൻഡ് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗിൻ്റെ ഇഫക്റ്റ് എൻഹാൻസ് ചെയ്യും. ഇതൊക്കെ CNS ഡിപ്രസൻസ് അല്ലേ. പിന്നെ ഒപ്പിയോയിഡ്സ് കഴിക്കുന്ന സമയത്ത് മാവോ ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് കോമ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഹെഡ് ഇഞ്ചുറി, ബ്രോങ്കിയൽ ആസ്മ, COPD, ഹൈപ്പോടെൻഷൻ, ഹൈപ്പോതൈറോയിഡിസം, ഇൻഫാൻസ് ആൻഡ് എൽഡർലി പീപ്പിൾ, പ്രഗ്നൻസി, റീനൽ ആൻഡ് ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാരൊന്നും മോർഫിൻ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ഒപ്പിയോയിഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി മോർഫിന് കൊടുക്കുന്ന ഡോസ് 10 to 20 mg ഇൻട്രാമസ്കുലർ ഓർ സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ. ലാസ്റ്റ് വൺ, തെറാപ്യൂട്ടിക് യൂസസ്. ഇറ്റ് ആക്ട് ആസ് എ പൊട്ടൻറ്റ് അനാൽജസിക് ഏജൻറ്റ്. മോർഫിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അക്യൂട്ട് ആൻഡ് ക്രോണിക് പെയിന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോങ് ബോൺസിൻ്റെ ഫ്രാക്ചർ കാരണം ഉണ്ടാകുന്ന പെയിന് ഇത് റിലീവ് ചെയ്യും. ക്യാൻസർ കാരണം ഉണ്ടാകുന്ന പെയിന് റിലീവ് ചെയ്യും. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, പൾമണറി എംബോളിസം, പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിന് ഇതെല്ലാം റിലീവ് ചെയ്യുന്ന ഒരു പൊട്ടൻറ്റ് അനാൽജസിക് ഏജൻ്റാണ് മോർഫിൻ. നെക്സ്റ്റ് യൂസ് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ആയിട്ടാണ്. ഇൻ സിവിയർ പെയിൻഫുൾ കണ്ടീഷനിൽ
മോർഫിന് സെഡേറ്റീവായിട്ട് യൂസ്ഫുൾ ആണ്. അക്യൂട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. അതായത് നമ്മളെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കലിന് ബ്ലഡിനെ എഫിഷ്യൻ്റ്ലി പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അക്യൂട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലർ. പിന്നെ മോർഫിന് പ്രീ അനസ്തറ്റിക് മെഡിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡയറിയ ട്രീറ്റ് ചെയ്യാനും മോർഫിന് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ഒപ്പിയോയിഡ് അഗോണിസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഒപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ബൈ.